തൃപ്പൂണിത്തുറയിൽ ക്രൂരമർദ്ദനമേറ്റ സൂപ്പർമാർക്കറ്റ് ജീവനക്കാരി ന്യൂസ് 18നോട് വിവരങ്ങൾ പങ്കുവയ്ക്കുകയാണ്. സനോജ് സുരേന്ദ്രൻ കൂടെയുണ്ട്. സനോജ്, അവരോട് സംസാരിക്കാമോ? എന്താണ് അവർ പറയുന്നത്? തീർച്ചയായിട്ടും സനീഷ, ഇന്നലെ ഉച്ചയ്ക്ക് ശേഷമാണ് അതിക്രൂരമായ മർദ്ദനം പൊതുമാർക്കറ്റിൽ വെച്ച് അവർക്ക് ഏൽക്കേണ്ടി വന്നത്. എന്തായാലും അവർക്ക് വലിയ തോതിലുള്ള മർദ്ദനത്തിൽ പരിക്കേറ്റിട്ടുണ്ട്. അവർ ഇപ്പോൾ നമുക്കൊപ്പം ചേരുകയാണ്. എന്തായിരുന്നു സംഭവം? എന്താണ് ഇങ്ങനെ മർദ്ദനത്തിനുണ്ടായ കാരണം? ഇന്നലെ പ്രത്യേകിച്ച് അങ്ങനെ കാരണങ്ങളൊന്നുമില്ല, ഞങ്ങൾ തമ്മിൽ ഒരു പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ ഇന്നലെ ഉച്ചയ്ക്ക് 2 മണിയായപ്പോൾ എനിക്കൊരു കോള് വന്നു. എന്നോട് പറഞ്ഞ് സവിതയാണോ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ അത് എന്നെ മർദ്ദിച്ച ആളുടെ വൈഫിൻ്റെ പേരാണ് എന്നോട് ചോദിച്ചത്. അപ്പോൾ ഞാൻ പറഞ്ഞു അല്ലെന്ന് പറഞ്ഞപ്പോൾ ഷിജി ആണോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ അതേന്ന് പറഞ്ഞു. പിന്നെ എന്നെ മോശമായിട്ട് കുറേ തോന്നിയാസം പറഞ്ഞിട്ട് മോശമായിട്ട് സംസാരിച്ചിട്ട് ഫോൺ വെക്കുകയാണ് ചെയ്തത്. കുറേ തേറിയും തോന്നിയാസമൊക്കെ എന്നെ പറഞ്ഞു. ഫോൺ വെച്ചു. അത് കഴിഞ്ഞ് ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ഷോപ്പിലേക്ക് ആൾ കയറി വരികയത്. ഞാൻ ഇന്നുവരെയും കണ്ടിട്ടില്ല അയാളെ, എനിക്കറിയാനും പാടില്ല. ഞാൻ ഇന്നുവരെയും കണ്ടിട്ടുമില്ല ആളെ. അതുകൊണ്ട് കയറിക്കൊണ്ട് ഷിജി ആരാന്ന് ചോദിച്ചു. അപ്പം ഞാനാന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഹോം ഡെലിവറി എടുക്കുന്നതുകൊണ്ട് അതിന് വല്ല ആരും ഇപ്പോൾ ചോദിക്കാൻ വേണ്ടി വന്നായിരിക്കും ഓർത്ത് ഞാൻ ഞാനാ ഷിജി എന്ന് പറഞ്ഞപ്പോൾ നിനക്ക് എൻ്റെ ഭാര്യക്ക് ഫോൺ കൊടുക്കാൻ പറഞ്ഞാൽ കൊടുത്താൽ എന്താടിയെന്ന് ചോദിച്ചു. നിന്നെ ഞാൻ കൊല്ലുമെന്നും പറഞ്ഞിട്ട് ഓടി വന്ന് എന്നെ കുറ്റിക്കെട്ട് അടിച്ചു. കുറ്റിക്കെട്ട് അടിച്ചപ്പോൾ തന്നെ എനിക്ക് തലക്ക് വല്ലാണ്ടായി തലക്കെട്ട്. അപ്പോൾ അയാൾ ഹെൽമെറ്റ് ഊരിൻ്റെ തലക്കെട്ട് അടിച്ചപ്പോൾ എനിക്ക് തലവേദന എടുത്തപ്പോൾ ഞാൻ കൈ കൊണ്ട് തടഞ്ഞപ്പോൾ എൻ്റെ കൈക്കെട്ടൊക്കെ അടി കിട്ടിയത് മുഴുവനും കൈക്കെട്ടും ഈ മുതുകിനത്തൊട്ടും കൈക്കെട്ടൊക്കെ നല്ലോണം മർദ്ദിച്ചു തന്നെ. അത് കഴിഞ്ഞപ്പോൾ എൻ്റെ ഒച്ച നിലവിളിയൊക്കെ കേട്ടിട്ട് സാറ് പുറകിൽ നിന്ന് ഓടി വന്ന് സാറ് പിടിച്ച് വലിച്ചു മാറ്റിയിട്ട് എന്നോട് പറഞ്ഞു ഓടി രക്ഷപ്പെടാൻ നോക്കി ഷിജി ആ സൈഡിൽ കൂടി എന്ന് പറഞ്ഞു. എനിക്ക് പോകാൻ പറ്റിയില്ല, അതിൽ ബ്ലോക്ക് ആയതുകൊണ്ട് അങ്ങനെ പോകാൻ പറ്റിയില്ല. പിന്നെ അവിടെ ഇങ്ങനെ കസ്റ്റമറും സ്റ്റാഫും എല്ലാവരും കൂടി പിടിച്ച് വലിച്ചു മാറ്റിയിട്ടാണ് ഞാൻ അവിടെ നിന്ന് മാറിയത്. അങ്ങനെ അവിടെ കുഴഞ്ഞ് വീഴുകയും ചെയ്തു. എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുകയും ചെയ്തു. അപ്പോൾ ഈ മർദ്ദനത്തിൽ എന്തൊക്കെ പരിക്കുകളാണ് ഏറ്റിട്ടുള്ളത്? കൈക്ക് ഇവിടെ എല്ലിന് സ്ക്രാച്ച് വീണിട്ടുണ്ട്. പിന്നെ എനിക്ക് കൈ താഴത്തേക്കും മേലോട്ടൊന്നും ആക്കാൻ പറ്റത്തില്ല. പിന്നെ പുറകിൽ എനിക്ക് ഇങ്ങനെ നീരച്ച് കിടക്കുവാണ്. ഹെൽമെറ്റിന് അടിച്ചപ്പോൾ കുറേ അടി എൻ്റെ മുതുകത്തൊട്ടും കൊണ്ടുവരുന്നുണ്ട്. പിന്നെ തലയൊക്കെ എനിക്ക് ചെറുതായിട്ട് ഇങ്ങനെ തലവേദന, ഇന്ന് രാത്രി ഉറങ്ങാൻ പോലും പറ്റിയിട്ടില്ല, തലവേദനയായിരുന്നു. ഇവരുമായിട്ട് നേരത്തെ എന്തെങ്കിലും വ്യക്തിവൈരാഗ്യങ്ങളോ അല്ലെ പരിചയമോ എന്തെങ്കിലും പ്രശ്നങ്ങളോ വല്ലതും ഉണ്ടായിരുന്നു? ആ കുട്ടി സ്റ്റാഫ് അവിടെ വന്നിട്ട് ഡാറ്റ എൻട്രി ചെയ്യുന്നതാണ്. 2 മാസമായിട്ടുള്ളൂ അവിടെ വന്നിട്ട്. എനിക്ക് ബാക്ക് ഓഫീസിലേക്ക് പോകേണ്ട ആവശ്യമില്ല, കാരണം ഞാൻ ഫ്ലോറിലാണ് നിൽക്കുന്നത്. അപ്പോൾ എനിക്ക് ഹോം ഡെലിവറി വരുമ്പോൾ അറ്റൻഡ് ചെയ്യുക, കസ്റ്റമർ അറ്റൻഡ് ചെയ്യുക, അങ്ങനെയുള്ള ഇതൊക്കെയായിരുന്നു. അപ്പോൾ കോള് രണ്ടാഴ്ചക്ക് മുമ്പ് ഇതിന് മുമ്പ് വിളിച്ചപ്പോഴൊക്കെ ഞാൻ കൊണ്ട് കൊടുത്തിട്ടുണ്ട്. അതായത് ഫ്ലോറിൽ തന്നെ കാണുമ്പോൾ സവിതയെ ഹസ്ബൻഡ് വിളിക്കണം എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ 2 ആഴ്ചക്ക് മുമ്പ് വിളിച്ചപ്പോൾ തിരക്കായിരുന്നു. അന്ന് സ്റ്റാഫ് കുറവായിരുന്നു. കടയിൽ തിരക്കും ഹോം ഡെലിവറി ഒക്കെ ആയിട്ട് ഞാൻ ഒറ്റയ്ക്കാണ് അതെല്ലാം ചെയ്യാനായിട്ടുണ്ടായിരുന്നു. സ്റ്റാഫ് എല്ലാം ലീവായിരുന്നു കുറവായതുകൊണ്ട്. അപ്പോൾ അതുകൊണ്ട് വിളിച്ചപ്പോൾ ഞാൻ പറയാട്ടോ എന്നും പറഞ്ഞ് ഞാൻ ഫോൺ വെച്ച ഉടനെ തന്നെ എനിക്ക് കോള് വേറെ ഹോം ഡെലിവറിയുടെ വന്നുകൊണ്ടിരുന്നതുകൊണ്ട് എടുക്കുകയും ചെയ്തുകൊണ്ട് ഞാനത് വിട്ടുപോയി. 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ പിന്നെയും വിളിച്ചു അതിലേക്ക്. അപ്പോൾ വേറെ എൻ്റെ അടുത്ത് നിന്ന് സ്റ്റാഫ് എടുത്തിട്ട് പറഞ്ഞു ഞാൻ ചെന്ന് പറയാട്ടോ എന്നും പറഞ്ഞ് ചെന്ന് പറഞ്ഞു. അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. പോലീസിന്റെ ഭാഗത്തു നിന്ന് ഇപ്പോൾ ഈ സംഭവം ഉണ്ടായതിനു ശേഷം എന്താണ് പ്രതിയെ അറസ്റ്റ് ചെയ്യുന്ന ഒരു സമീപത്തിൽ കാര്യങ്ങൾ എത്തിയിട്ടുണ്ടോ? നിങ്ങൾ കൊടുത്ത പരാതിയിൽ മേൽ എന്തെങ്കിലും പരിഹാരം പോലീസ് ഉണ്ടാക്കിയിട്ടുണ്ടോ? പരിഹാരം എന്നിട്ടുണ്ടെങ്കിൽ ഇന്നലെ രാത്രി വരെ ഞാൻ ഹോസ്പിറ്റലിന് 4 മണിക്ക് ഞാനിവിടെ വെളുപ്പിന് അവിടെ എത്തിയത്. 2-3 ഹോസ്പിറ്റലിലൊക്കെ കയറി CT സ്കാൻ ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് വേറെ തൃപ്പൂണിത്തുറ ഹോസ്പിറ്റലിൽ ഇല്ലായിരുന്നു. പിന്നെ എറണാകുളം ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ അവിടെ കംപ്ലൈൻ്റ് ആയിരുന്നു മറ്റേ CT സ്കാൻ. പിന്നെ കളമശ്ശേരിയിട്ട് എഴുതി. അവിടെ പിന്നെ കൊറോണ ടെസ്റ്റ് നടത്തണതുകൊണ്ട് 2-3 മണിക്കൂർ കഴിഞ്ഞിട്ട് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് പിന്നെ അവിടെ നിന്ന് പോരുകയത്. ദേവി ഹോസ്പിറ്റലിൽ വന്നപ്പോൾ അവിടെ നിന്ന് വെൽ കെയറിലേക്ക് തന്നു. അവിടെയാണ് ഞാൻ CT സ്കാൻ ചെയ്തത്. അത് കഴിഞ്ഞ് പിന്നെ പോലീസ് ദേവി ഹോസ്പിറ്റലിൽ വന്നിട്ടുണ്ടായി. എപ്പോഴാണെന്നറിയോ ഒരുപാട് രാത്രി ആയിട്ടുണ്ട്. ആ സമയത്ത് അവിടെ വന്നിട്ട് മൊഴിയെടുത്തായിരുന്നു. പോലീസ് പ്രതിനെ അറസ്റ്റ് ചെയ്യുമോ? നമ്മൾ പറഞ്ഞ പ്രകാരം സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമത്തിന്റെ ഭാഗമായിട്ടുള്ള വകുപ്പുകളാണോ ചുമത്തിയിട്ടുള്ളത്? അദ്ദേഹത്തിനെതിരെ നിസ്സാര വകുപ്പുകൾ ചുമത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ നമുക്കറിയാൻ കഴിയുന്നത്. എന്താണ് ഇതിന്റെ വസ്തുത? ഇങ്ങനെ ഇപ്പം എനിക്ക് സംഭവിച്ച പോലെ ഇനി വേറൊരു പെണ്ണിന് ഇതുപോലെ സംഭവിക്കരുത്. അപ്പം ഇങ്ങനെ എന്തായാലും അതിനൊരു തീരുമാനം ഉണ്ടാവണം. എന്നെ അത്രയൊക്കെ ഉപദ്രവിച്ചിട്ടുണ്ട്. എനിക്ക് അത്രയൊക്കെ തീരെ വയ്യ. എൻ്റെ ശരീരം മൊത്തം വേദനയാണ്. വീട്ടിലെ ബുദ്ധിമുട്ടാണോ ഇങ്ങനെ ജോലിക്ക് പോയത്? അങ്ങനെ അതെ, ഞാൻ ഒരാൾ പോയിട്ടാണ് എൻ്റെ കുടുംബം കഴിയാനായിട്ട്. എങ്ങനെയാണ് അയാളെ കണ്ടുപിടിക്കണമെന്നാണ് എൻ്റെ അപേക്ഷ. പോലീസ് ഇപ്പോൾ ഇയാളെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ടോ? അറസ്റ്റ് ചെയ്തിട്ടുണ്ട്? എന്താണ് നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളത്? ഇല്ല, അയാളെ കിട്ടിയിട്ടില്ല. എൻ്റെ കുട്ടികൾ അവിടെ കൂട്ടുകാരെ കൂടി ചെന്നപ്പോഴൊന്നും കണ്ടിട്ടില്ല. അവിടെ ഉണ്ടായില്ലെന്ന് പറഞ്ഞാൽ വാതിലൊക്കെ അടച്ചു കൂട്ടിയിട്ട് എവിടേക്കോ പോയേക്കാണ്. അവിടെ ആളില്ലെന്നാണ് പറഞ്ഞത്. സനീഷ, ഇതാണ് ഒരു കുടുംബം പുലർത്താൻ വേണ്ടിയാണ് ഈ സ്ത്രീ ജോലിക്ക് പോയിട്ടുള്ളത്. അവിടെ വെച്ചാണ് അകാരണമായ രീതിയിൽ മർദ്ദനമേൽക്കേണ്ടി വന്നത്. ഒരു തരത്തിലും നീതീകരിക്കാൻ കഴിയത്തില്ലാത്ത തരത്തിലുള്ള അതിക്രൂരമായ മർദ്ദനമാണ് ഇന്നലെ അരങ്ങേറിയത്. അക്രമി എവിടെയാണുള്ളത്? അയാളെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുകയാണോ? അതിന്റെ തുടർ നടപടികൾ എന്താണ്?
സനീഷ്, നിലവിൽ സംഭവം നടന്നതിന് ശേഷം അവിടുത്തെ ജീവനക്കാർ അല്പനേരം ഇദ്ദേഹത്തെ അവിടെ തടഞ്ഞു വെച്ചിരുന്നു. എന്നാൽ അവിടെ നിന്നും അദ്ദേഹം ഓടി രക്ഷപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. എന്നാൽ സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രൂരമായ അതിക്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തി ഇദ്ദേഹത്തിനെതിരെ അറസ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ കസ്റ്റഡിയിലെടുക്കാനോ തരത്തിലുള്ള ഒരു ഇടപെടലും പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഇവിടെ നിന്നും ഉയരുന്ന പ്രധാനപ്പെട്ട ആരോപണം. നന്ദി സനോജ വിവരങ്ങൾക്ക്. ഏതായാലും തൃപ്പൂണിത്തുറയിലെ ഒരു സൂപ്പർ മാർക്കറ്റിലാണ് ആക്രമണം ഉണ്ടായത്. അവിടുത്തെ ഒരു ജീവനക്കാരിയുടെ ഭർത്താവ് മറ്റൊരു ജീവനക്കാരിയെ ആക്രമിക്കുകയായിരുന്നു. ഹെൽമറ്റ് കൊണ്ട് ക്രൂരമായിട്ട് തലക്കടിക്കുകയും മറ്റും ചെയ്യുകയായിരുന്നു. മർദ്ദനമേറ്റ ജീവനക്കാരി സംസാരിക്കുകയായിരുന്നു സനോജ് സുരേന്ദ്രനോട്.